കഴിഞ്ഞ ദിവസം BBC-യിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. UK-യിലെ കെയർ ഹോമുകളിൽ ജോലി ലഭിക്കാൻ ഏജൻസികൾക്ക് പണം നൽകി പറ്റിക്കപ്പെട്ടവരുടെ വാർത്തയായിരുന്നു BBC നൽകിയത്. ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട് UK-യിൽ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതിനെതിരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതാണ് ഇന്നത്തെ വിഷയം. ആദ്യമേ പറയട്ടെ, ഞാനൊരു സോളിസിറ്ററോ നിയമജ്ഞനോ അല്ല. പക്ഷേ എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ അറിവുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യമായി നമുക്ക് BBC-യുടെ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായ 2 വിഭാഗക്കാരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് UK-യിലേക്ക് കെയറർ വിസയിൽ പോകുന്നതിന് പണം നൽകുകയും വിസ ലഭിക്കാതെ UK-യിലേക്ക് പോകാൻ കഴിയാത്തവരും അല്ലെങ്കിൽ UK-യിൽ എത്തിയതിനു ശേഷം ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നവരോ ആണ്. ഇവർക്ക് ഇന്ത്യയിൽ തന്നെ നിയമ പോരാട്ടം നടത്തുകയേ വഴിയുള്ളൂ. ഇതൊക്കെ നമ്മളിൽ മിക്കവർക്കും അറിയുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നാട്ടിലെ ഒരു വക്കീലിനെയോ പോലീസിനെയോ സമീപിച്ചാൽ വേണ്ട നിയമസഹായം ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്ത വിഭാഗമാണ് കബളിപ്പിക്കപ്പെട്ട് UK-യിൽ എത്തുകയും എന്നാൽ കരാർ പ്രകാരമുള്ള ജോലി സമയം ലഭിക്കാതെയോ ഇനി ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം ലഭിക്കാതെയോ കഷ്ടപ്പെടുന്നവർ. ഇത്തരക്കാർക്ക് നാട്ടിലെ പോലെ UK-യിലെ നിയമ നടപടികളെക്കുറിച്ച് അറിവുണ്ടാകണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സഹായങ്ങൾക്ക് ആരെ സമീപിക്കണം എന്ന് അറിയുകയും ഉണ്ടാവില്ല. ഇത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വീഡിയോ. ഇനി ഇങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, കരാറിലുള്ള ജോലി സമയം നൽകാതിരിക്കുക. ഇത് UK-യിലെ നിയമപ്രകാരം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന വിഭാഗത്തിൽ പെടും. 2. ജോലി സമയത്തിനനുസരിച്ചുള്ള വേതനം നൽകാതിരിക്കുക. ഇത് UK നിയമപ്രകാരം നാഷണൽ മിനിമം വേജസ് എന്ന കാറ്റഗറിയിൽ വരും. മൂന്നാമതായി, ജോലി സ്ഥലത്ത് നിയമപ്രകാരമുള്ള ഇടവേളകൾ നൽകാതിരിക്കുക. ഇത് UK നിയമപ്രകാരം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 4. ജോലി സ്ഥലത്തെ വിവിധ തരത്തിലുള്ള വിവേചനങ്ങൾ. ഇത് UK നിയമപ്രകാരം ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 5. അൺഫെയർ ഡിസ്മിസൽ, റോങ്ഫുൾ ഡിസ്മിസൽ എന്ന വിഭാഗം കൂടിയുണ്ട്. 6. കെയറർമാരെ എമർജൻസി ഷിഫ്റ്റുകൾക്കായി തയ്യാറാക്കി നിർത്തുന്ന അവസ്ഥ. ഇതും ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കീഴിലാണ് വരുന്നത്. 7. മുന്നറിയിപ്പില്ലാതെ പ്രൊബേഷൻ പീരീഡ് നീട്ടൽ. ഇതും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. 8. മതിയായ വിശ്രമമില്ലാതെ തുടർച്ചയായ ഷിഫ്റ്റുകൾ അസൈൻ ചെയ്യുക. ഇതും ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കീഴിലാണ് വരുന്നത്. 9. പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ. ഇത് ത്രട്ടനിങ് എന്ന വിഭാഗത്തിൽ പെടുന്നു. 10. അടിമകളെപ്പോലെ ജോലി ചെയ്യിക്കൽ. ഇത് മോഡേൺ സ്ലേവറി എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇനി ഇതിനെല്ലാം പുറമെയാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമ്മർദ്ദം. ഉദാഹരണമായി ഡ്രൈവിംഗ്. ഇതും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. പ്രധാനമായും UK-യിലുള്ള കെയറർമാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ എടുത്തിരിക്കേണ്ട ആദ്യപടി നിയമസഹായം തേടുക എന്നുള്ളതാണ്. ഇവിടെയാണ് എല്ലാവരും പകച്ചു പോകുന്നത്. കാരണം വൈകാരികവും സാമ്പത്തികവും. വികാരങ്ങളെ മാറ്റി നിർത്തിയാൽ പണച്ചെലവില്ലാതെ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള 1-2 മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത്, ഏതെങ്കിലും നഴ്സിംഗ് യൂണിയനിൽ ചേരുകയും പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുകയും ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവർ നൽകും. അതിനായി ആകെ നാം നൽകേണ്ടത് തുച്ഛമായ മാസവരി മാത്രമാണ്. യൂണിസൺ, RCN എന്നീ സംഘടനകൾ ഇതിന് ഉദാഹരണമാണ്. ഇനി ഇത്തരം സംഘടനകളിൽ അംഗങ്ങളല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിറ്റിസൺ അഡ്വൈസ് ബ്യൂറോയെ സമീപിക്കുകയും നിയമോപദേശം അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾ ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ദി അഡ്വൈസറി കൺസിലിയേഷൻ ആൻഡ് ആർബിട്രേഷൻ സർവീസ് അഥവാ ACAS-നെയാണ്. ഇവർ നിങ്ങൾക്ക് നിയമോപദേശവും സഹായവും നൽകുകയും നിങ്ങളുടെ എംപ്ലോയറുമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായി ഇടനിലക്കാരനായി നിലകൊള്ളുകയും ചെയ്യും. ഇനി പ്രശ്നം അവിടെയും തീർന്നില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യും. ജോലിക്കാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും മേൽപ്പറഞ്ഞ ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ACAS-ൻ്റെ സഹായത്തോടെ പരിഹരിക്കാമെന്നും ACAS-ൻ്റെ വെബ്സൈറ്റിൽ തന്നെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആദ്യമായി ACAS-ൻ്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഹൗ ACAS ക്യാൻ ഹെൽപ്പ് എന്ന ഈ ഹെഡിന് താഴെ കാണുന്ന അഡ്വൈസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് കാണാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അഡ്വൈസുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പേ ആൻഡ് വേജസ്
എന്ന ഈ ടാബ് എടുത്താൽ ആദ്യം കാണുന്ന നാഷണൽ മിനിമം വേജസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് UK-യിലെ നിലവിലുള്ളതും ഏപ്രിൽ 2025 വരാൻ പോകുന്നതുമായ വേതനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പറഞ്ഞ വേതനം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ ഇതിനെതിരെ ജീവനക്കാർക്ക് എങ്ങനെ പ്രതികരിക്കാം എന്ന വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ അക്കാസിൻ്റെ അഡ്വൈസ് പേജിലേക്ക് തിരികെ വന്നാൽ ഈ പേജിൽ ഏറ്റവും താഴെയായി കാണുന്ന അക്കാസ് കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ തരത്തിലുള്ള, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമാണ്. ഇനി ഇത്രയും അറിഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എംപ്ലോയർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിലെ അഡ്വൈസ് ടാബിന് തൊട്ടടുത്തായി കാണുന്ന ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന ടാബിൻ്റെ താഴെ കാണുന്ന ഏർലി കൺസിലിയേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എങ്ങനെ പരാതി ഉന്നയിക്കുക എന്ന വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ സേവനം പൂർണ്ണമായും ഫ്രീ ആണെന്നും അതുപോലെ കോൺഫിഡൻഷ്യലും ഈസിയുമാണെന്നും പറയുന്നുണ്ട്. ഏകദേശം 6 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിനൊരു മറുപടി അക്കാസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അക്കാസ് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയും ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എംപ്ലോയ്മെൻറ്റ് ട്രിബ്യൂണലിൽ പരാതി നൽകുകയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പരാതിയുമായി എംപ്ലോയ്മെൻറ്റ് ട്രിബ്യൂണലിൽ പോകണമെങ്കിൽ അക്കാസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരൂ. അവസാനമായി ഈ അക്കാസിന് പുറമെ ഗ്യാങ് മാസ്റ്റേഴ്സ് ആൻഡ് ലേബർ അബ്യൂസ് അതോറിറ്റി, ഹോം ഓഫീസ്, HSE അതായത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലോക്കൽ കൗൺസിലുമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇവിടങ്ങളിൽ പരാതി നൽകുന്നതിൻ്റെ വിശദമായ വീഡിയോ വരും ആഴ്ചകളിൽ ഞാൻ ഇടാം. ഇനി ഈ പറഞ്ഞ സൈറ്റുകളുടെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന തരത്തിൽ സഹായിക്കാൻ ശ്രമിക്കാം.